നമ്മളൊരു പുതിയ യൂട്യൂബർ ആണോ എങ്കിലും മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഇതിൽ പറഞ്ഞ് തെളിവ് സഹിതം നിങ്ങൾക്ക് കാണിച്ചിട്ട് പോവാണ്. ഓക്കെ, 3 ലക്ഷം സബ്സ്ക്രൈബർ ആയിട്ടും മോണിറ്റൈസേഷൻ കിട്ടാത്ത ചാനൽ ഓൾറെഡി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് വെറും 67 സബ്സ്ക്രൈബർ കൊണ്ട് ഓൾറെഡി മോണിറ്റൈസേഷൻ കിട്ടിയ ചാനലും ഞാൻ വിശദീകരിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഈ ചാനലിലൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് മെയിനായിട്ട് എന്താണ് വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, കൂടുതൽ ആൾക്കാരും വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ആവുന്നില്ല. 500 സബ്സ്ക്രൈബർ ഉള്ളവരും ചോദിക്കുന്നു, 1000 സബ്സ്ക്രൈബർ ഉള്ളവരും ചോദിക്കുന്നു. ഓക്കെ, 1000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആയിട്ടും 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണവും റീസണും അത് എങ്ങനെ ചെയ്യാമെന്നും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നും ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് സാധാരണക്കാർക്ക് പുതിയ ചാനൽ തുടങ്ങിയവർക്ക് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് അറിയുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് 100% നിങ്ങളൊരു പ്രൊഫഷണൽ യൂട്യൂബറായി മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, കൂടുതൽ ആൾക്കാർ വാച്ച് ടൈം ഇല്ല അതാണ് സത്യം. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഫസ്റ്റായിട്ട് വേണ്ടത് വാച്ച് ടൈം ആണ്, സബ്സ്ക്രൈബറും ആണ്, 1000 സബ്സ്ക്രൈബറും ആണ്. അത് രണ്ടും ശരിയാണ്. പക്ഷേ ഇവിടെ ചെയ്യുന്ന തെറ്റെന്തെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം സബ്സ്ക്രൈബറെ കൂട്ടാൻ നോക്കും. സബ്സ്ക്രൈബർ കൂട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന അവിടെ സബ്സ്ക്രൈബർ നമ്മളെ ജെനുവിനായിട്ടുള്ള സബ്സ്ക്രൈബർ അല്ല വരുന്നത്. നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും സബ്സ്ക്രൈബർ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബർ ശരിയായ സബ്സ്ക്രൈബർ അല്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സബ്സ്ക്രൈബർ ചെയ്താൽ സബ്സ്ക്രൈബർ ആവാത്തത്? അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് അവർ ഓൾറെഡി നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നവരാണ് യഥാർത്ഥ സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, അവർ നമ്മളെ വീഡിയോ വാച്ച് ചെയ്യും. അതിന് റിട്ടേൺ വ്യൂസ് എന്ന് പറയും. റിട്ടേൺ വ്യൂസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവിടെ സ്ക്രീൻഷോട്ടിൽ ഞാൻ കാണിച്ചു തരുന്നത് റിട്ടേൺ വ്യൂസ് എന്ന് നമ്മളെ വൈറ്റ് സ്റ്റുഡിയോയിൽ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബർ ചെയ്തിട്ട് അവർ പിന്നെയും നമ്മളെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവർ വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ വരുന്നത് വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരാണ് യഥാർത്ഥ സബ്സ്ക്രൈബേഴ്സും യഥാർത്ഥ റിട്ടേൺ വ്യൂസും. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത് മെയിനായിട്ട്. അല്ലാണ്ട് വെറും സബ്സ്ക്രൈബർ മാത്രം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസ് ഡൗൺ ആയിരിക്കും, വ്യൂസ് കിട്ടത്തില്ല, വ്യൂസ് വരത്തില്ല. വ്യൂസ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥ സബ്സ്ക്രൈബറെ കിട്ടണം. അതിനെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ വീഡിയോ നല്ല അടിപൊളിയായിട്ട് കണ്ടൻറ്റ് യൂസ് ചെയ്യുക, നമ്മൾ നല്ല ടോപ്പ് കണ്ടൻറ്റ് യൂസ് ചെയ്യുക, കണ്ടൻറ്റ് ചെയ്യുക, തംബ്നെയിൽ നല്ല അടിപൊളിയായിട്ട് തംബ്നെയിൽ ചെയ്യുക. വീഡിയോ ക്ലിക്ക് ചെയ്താൽ ഈ യഥാർത്ഥ സബ്സ്ക്രൈബർ അല്ലാത്ത ആൾക്കാർ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. യഥാർത്ഥ സബ്സ്ക്രൈബർ അല്ലാത്തവർ ചെയ്യുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ ചെയ്ത് അവർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? വീഡിയോ ഓപ്പൺ ആക്കി 1 സെക്കൻഡ് 2 സെക്കൻഡ് കാണും. ഈ 2 സെക്കൻഡ് കാണുന്ന സമയത്ത് അവിടെ വീഡിയോ റെക്കമെൻഡേഷൻ കുറയും. വീഡിയോ റെക്കമെൻഡേഷൻ കൂടണമെന്നുണ്ടെങ്കിൽ അവർ 50% ഇവർ 10 മിനിറ്റുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് 5 മിനിറ്റ് അവർ വാച്ച് ചെയ്തിരിക്കണം. 5 മിനിറ്റ് വാച്ച് ചെയ്താൽ നമ്മളെ വീഡിയോസ് എന്ത് ചെയ്യും? കൂടുതൽ ആൾക്കാരേക്ക് റെക്കമെൻഡേഷൻ ചെയ്യും. യൂട്യൂബ് തന്നെ, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യൂട്യൂബ് തന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് റെക്കമെൻഡേഷൻ ചെയ്യും. അതല്ലാതെ അവർ കുറച്ച് കണ്ടിട്ട് ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് കണ്ടിട്ട് അവർ സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ വീഡിയോ അവിടെ തന്നെ കിടക്കും. വ്യൂസും അവർ ഓൾറെഡി നമ്മളെ സബ്സ്ക്രൈബേഴ്സും വീഡിയോ കാണാനില്ല, സബ്സ്ക്രൈബർ അല്ലാത്തവരും വീഡിയോ കാണാനില്ല. അപ്പോൾ അതാണ് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇവിടെ കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നത് 90% ആൾക്കാരും സബ്സ്ക്രൈബർ അല്ലാത്തവരാണ് വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബർ ഓൾറെഡി എനിക്ക് 2000 സബ്സ്ക്രൈബർ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല എൻ്റെ ചാനലിൽ. അതന്നെ ഞാൻ എൻ്റെ ചാനൽ തന്നെ എക്സാമ്പിൾ കാണിച്ചു തരുന്നു. ഓക്കെ, എൻ്റെ ചാനൽ 2000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ എനിക്ക് വ്യൂസ് 8K വ്യൂസ് 9K വ്യൂസ് കിട്ടിയ വീഡിയോസും ഉണ്ട്. പക്ഷേ കിട്ടിയെന്ന് വെച്ചാൽ ഓൾറെഡി സബ്സ്ക്രൈബർ ചെയ്തവർ ഓൾറെഡി എന്ത് ചെയ്യുന്നത്
അവർ ഫുള്ള് വീഡിയോസ് വാച്ച് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി റെക്കമെൻഡേഷൻ ചെയ്യുന്നു. അതുപോലെ നിങ്ങൾക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോ തന്നെ എക്സാമ്പിളായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി ലോങ് വീഡിയോ, മെയിനായിട്ട് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബർ കൂട്ടാൻ വേണ്ടിയാണ്. ഓൾറെഡി അതിൽ സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി നമുക്ക് സബ്സ്ക്രൈബർ നാച്ചുറലായിട്ടുള്ള റിയൽ ആയിട്ടുള്ള സബ്സ്ക്രൈബർ ഷോർട്ട് വീഡിയോയിൽ നമുക്ക് വരും. ഈ ഷോർട്ട് വീഡിയോയിൽ റിയൽ ആയിട്ടുള്ള സബ്സ്ക്രൈബർ വരുമ്പോൾ അവർ വീഡിയോ വാച്ച് ചെയ്യും. അവർ ലോങ് വീഡിയോ ഇട്ടാലും വാച്ച് ചെയ്യും, ഷോർട്ട് വീഡിയോ ഇട്ടാലും വാച്ച് ചെയ്യും. അതല്ലാതെ നമ്മൾ വെറും സബ്സ്ക്രൈബർ ഉണ്ടാക്കി വെച്ചാൽ അവർ വീഡിയോ കാണാൻ നിൽക്കത്തില്ല. അവർ ഓൾറെഡി എന്ത് ചെയ്യുന്നത്, അവർ വേറെ വീഡിയോസ് കാണും, നമ്മളെ വീഡിയോസ് കാണാൻ നിൽക്കത്തില്ല. നമ്മളെ വീഡിയോ കണ്ടാൽ തന്നെ അവർ നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ ചിലപ്പോൾ അൺസബ്സ്ക്രൈബർ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ സബ്സ്ക്രൈബറും കൂടി കുറയാണ്. ഓക്കെ, അവർക്ക് കൂടുതൽ നോട്ടിഫിക്കേഷൻ പോവുകയാണെങ്കിൽ, അവർക്ക് ഇഷ്ടമില്ലാത്ത വീഡിയോസ് വരികയാണെങ്കിൽ നമ്മളെന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യണമെങ്കിൽ, നമ്മളൊരു വീഡിയോ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലെന്തെങ്കിലും കണ്ടൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ആ വീഡിയോയിൽ ഉണ്ടായിരിക്കണം. എന്നാൽ നമ്മൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫുള്ള് വാച്ച് ചെയ്യാൻ താല്പര്യപ്പെടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 മിനിറ്റ് കണ്ടിട്ട് സ്കിപ്പ് ചെയ്തിട്ട് നമ്മളെ പാട്ടിന് പോകും, നമ്മൾ വേറെ വീഡിയോ കാണാൻ പോകും. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. എല്ലാവരുടെ വീഡിയോസും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ റിയലായിട്ടുള്ള സബ്സ്ക്രൈബറെ കിട്ടണം. വ്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ലോങ് വീഡിയോ ഇട്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾ ലോങ് വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആയിട്ടില്ല. ലോങ് വീഡിയോ കൂടുതലായിട്ട് നമ്മൾ ഡെയിലി 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ നമുക്ക് 200 വ്യൂസ് കിട്ടിയാലും മതി. 200 വ്യൂസ് കിട്ടിയാലും നമുക്ക് ആ വീഡിയോ ഫുള്ള് ലെങ്ത് 20 മിനിറ്റുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ട് ഓൾറെഡി അത് നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് എൻഗേജ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 200 വ്യൂസ് കിട്ടിയാലും നമുക്ക് സമാധാനമാണ്. കാരണം എന്താ, ആ വീഡിയോ ഫുള്ള് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു 10 വീഡിയോ 20 വീഡിയോ ഇട്ടാൽ തന്നെ നമുക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ആ വീഡിയോസ് കണ്ടന്റ് ഉണ്ടെങ്കിൽ അവർ റിപ്പീറ്റായിട്ട് വീഡിയോ കണ്ടാലും അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് യൂട്യൂബ് എത്തിച്ചാലും നമുക്ക് ഓൾറെഡി വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സബ്സ്ക്രൈബർ ഇല്ലാതെ വീഡിയോ വേറെ ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ പോവുമോ, അവർക്ക് കിട്ടുമോ എന്നുള്ള സംശയമായിരിക്കും കിട്ടുന്നത്. അതിനാണ് ഞാൻ SEO എന്ന് പറയുന്ന ഓൾറെഡി വേറെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ചെയ്താൽ നമുക്ക് ഓൾറെഡി ഓട്ടോമാറ്റിക്കലായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് നമ്മളെ സബ്സ്ക്രൈബർ അല്ലാത്തവരും ആര് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ആ വീഡിയോസ് റെക്കമെൻഡേഷനിൽ പോകും. കൂടുതൽ ആൾക്കാരിലേക്ക് യൂട്യൂബ് തന്നെ എത്തിക്കും, റെക്കമെൻഡ് ചെയ്യും. നിങ്ങളുടെ ഓഡിയൻസിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ആ ഓഡിയൻസിലേക്ക് യൂട്യൂബ്. ഇപ്പം ഞാൻ ഓൾറെഡി ഈ കണ്ടൻറ്റാണ് ചെയ്യുന്നുള്ളത്. എൻ്റെ വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് പറ്റിയ കണ്ടൻറ്റാണ് ചെയ്യുന്നുള്ളത്. യൂട്യൂബ് ടിപ്സാണ് ഞാൻ പറയുന്നുള്ളത്. ഈ ടിപ്സ് പറയുന്ന ചാനലിൽ ആരാണോ സെർച്ച് ചെയ്യുന്നത് അവരിലേക്ക് നമ്മളെ വീഡിയോസ് ഓട്ടോമാറ്റിക്കലി പോവാണ്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി പോവാണ്. കാരണം എന്താ, നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട്, കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്, ഫുള്ള് വീഡിയോസ് കാണുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, യൂട്യൂബ് വേറെ ആൾക്കാരിലേക്ക് ആ വീഡിയോസ് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ സബ്സ്ക്രൈബറും ഓൾറെഡി കൂടുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബർ നമ്മൾ ഓൾറെഡി നിർബന്ധിച്ചിട്ട് സബ്സ്ക്രൈബർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, അവർ വീഡിയോ വാച്ച് ചെയ്യാതിരിക്കുമ്പോൾ ആ വീഡിയോ അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഓക്കെ, അവിടെ സ്റ്റോപ്പാകുന്ന സമയത്ത് ഈ വീഡിയോ റെക്കമെൻഡേഷനിൽ പോവാം. റിട്ടേൺ വ്യൂസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മളെ ചാനൽ കണ്ടിട്ട് കൂടുതൽ ആൾക്കാർ നെക്സ്റ്റ് വീഡിയോ വരുന്ന സമയത്ത് അവർ വെയിറ്റ് ചെയ്തിട്ട് ആ വീഡിയോ കാണുന്നതാണ് റിട്ടേൺ വ്യൂസ്. ഞാനിവിടെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ചിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഞാനൊരു ചാനൽ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്കൊക്കെ. 3 ലക്ഷം സബ്സ്ക്രൈബറുള്ള ചാനൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ആ തെറ്റ് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഈ ചാനൽ കാണിച്ചു തരുന്നത്, വിശദീകരിച്ചിട്ട് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇവിടെ ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കാം, ഞാൻ ഈ ചാനൽ ഓൾറെഡി കാണിച്ചു തരുന്നത്. ഈ കുട്ടിയുടെ ചാനൽ നോക്കാം. ഈ കുട്ടിയുടെ ചാനലിൽ എത്ര സബ്സ്ക്രൈബറുള്ള 3,46,000 സബ്സ്ക്രൈബർ ഉണ്ട്. ഓക്കെ, 3,46,000 സബ്സ്ക്രൈബർ ഓൾറെഡി ഈ കുട്ടിയുടെ ചാനലിനുണ്ട്. ഈ ചാനലിൻ്റെ വീഡിയോ എത്ര ഇട്ടിട്ടുള്ള 83 വീഡിയോ 83 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഈ കുട്ടി ചെയ്തിരിക്കുന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ ഞാൻ വിശദീകരിച്ചിട്ട് കാണാനില്ല. ഈ ചാനൽ ഓൾറെഡി മോണിറ്റൈസ്ഡ് അല്ല.
ഓക്കെ, ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ മോണിറ്റേഷൻ ആണെങ്കിൽ ഇവിടെ ഒരു സിഗ്നൽ കാണിക്കും. ഓക്കെ, ഇവിടെ ഒരു സിഗ്നൽ കാണിക്കും. ഈ സിഗ്നൽ ഓൾറെഡി ഇതിലില്ല, അപ്പോൾ മോണിറ്റേഷൻ അല്ല. ഈ കുട്ടി മോണിറ്റേഷൻ ആവാത്തതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞു തരുന്നുള്ളത്, വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഈ കുട്ടിയുടെ ചാനൽ എടുക്കുക. ഈ ചാനൽ എടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ, നല്ല അടിപൊളി സൂപ്പർ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. കുറേ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഷോർട്ട് വീഡിയോയിൽ മിനിമം നമുക്ക് എത്ര സബ്സ്ക്രൈബർ വേണം, വ്യൂസ് വേണം? 90 ദിവസം കൊണ്ട് 10 മില്യൺ വ്യൂസ് വേണം. 10 മില്യൺ വ്യൂസ് ഈ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്താ, ഈ പോപ്പുലർ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഈ കുട്ടിയുടെ ചാനലിൻ്റെ ഷോർട്ട് വീഡിയോൻ്റെ ഏറ്റവും കൂടുതലുള്ള വ്യൂസ് നമുക്ക് കാണിക്കും. ഇവിടെ എത്ര കിട്ടിയിട്ടുള്ള 5.6 മില്യൺ കിട്ടിയിട്ടുണ്ട്, 2.4 മില്യൺ കിട്ടിയിട്ടുണ്ട്, 3 ലക്ഷം. ഓക്കെ, 7 ലക്ഷം കിട്ടിയിട്ടുണ്ട്. ഇവിടെ 5 ലക്ഷം കിട്ടിയിട്ടുണ്ട്, 4 ലക്ഷം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 3 ലക്ഷം കിട്ടിയിട്ടുണ്ട്. സംഭവം എന്ത്, ഈ 5.6 മില്യൺ എന്ന് പറയുന്നത് എത്ര ദിവസം കൊണ്ട് കിട്ടിയെന്ന് നമുക്കറിയില്ല. ഓക്കെ, എത്ര ദിവസം കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞാലും നമുക്ക് ഈ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, 10 ലക്ഷം വ്യൂസ് വേണം, 10 മില്യൺ വ്യൂസ് വേണം. ഓക്കെ, 10 മില്യൺ വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം ഈ കുട്ടിക്ക് ഷോർട്ട് വീഡിയോയിൽ വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു തെറ്റ് ഇവിടെ പറ്റിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ കുട്ടി ലോങ് വീഡിയോ ഇട്ടിട്ടില്ല. ഈ ലോങ് വീഡിയോ 2 വീഡിയോ ആകെ 2 മാസം മുന്നേ എന്തോ ഇട്ടിട്ടുള്ളത്. 2 മാസം മുന്നേ, 1 മാസം മുന്നേ ഒരു വീഡിയോ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതിൽ കിട്ടിയിട്ടുള്ള വ്യൂസ് എത്രയാണെന്ന് വെച്ചാൽ 363 വ്യൂസും 292 വ്യൂസും. ഓക്കെ, ഈ 2 വ്യൂസും ആകെ ഇട്ടിട്ടുള്ളത് 3 മിനിറ്റുള്ള വീഡിയോസാണ് ഇട്ടിട്ടുള്ളത്. ഷോർട്ട് വീഡിയോ ലൈവ് പോയി കഴിഞ്ഞാൽ ലൈവ് ആകെ ഒറ്റൊരു ലൈവ് ഇട്ടിട്ടുണ്ട്. ഒറ്റൊരു ലൈവിൽ കിട്ടിയിട്ടുള്ള വ്യൂസ് 263 വ്യൂസാണ് ഓൾറെഡി ഒരു ലൈവിൽ കിട്ടിയിട്ടുള്ളത്. അതും എത്ര, 1 മണിക്കൂർ ലൈവ് പോയിട്ടുള്ളത്. ഈ ലൈവും ഡെയിലി ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഓൾറെഡി അപ്ലൈ മോണിറ്റൈസേഷൻ കിട്ടേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഈ കുട്ടി ഓൾറെഡി ഷോർട്ടിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് 3 ലക്ഷം സബ്സ്ക്രൈബർ കിട്ടാനുള്ള കാരണം എന്തെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് നോക്കുന്നത്, ഓഡിയോ ഞാൻ കട്ടാക്കുകയാണ്. ഈ മാജിക്ക് കാണിച്ചിട്ടാണ് ഈ കുട്ടി സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ കുറേ ചാനൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ കുട്ടി ചെയ്തത് 100% ശരിയാണ്. സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കൂടിയിട്ട് ലോങ് വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കുട്ടിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിട്ട് പൈസ വരാനുള്ള എല്ലാ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അത് കാരണം എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും. ഷോർട്ട് വീഡിയോ ഇട്ടാൽ ഓൾറെഡി മോണിറ്റൈസേഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിൽക്കായിരിക്കും. നല്ല അടിപൊളി സൂപ്പർ കണ്ടൻറ്റാണ് ഇട്ടിട്ടുള്ളത്. എല്ലാ അടിപൊളി വീഡിയോസാണ് ഇട്ടിട്ടുള്ളത്. ഒരു കോപ്പിറൈറ്റുള്ള വീഡിയോസ് ഇട്ടിട്ടില്ല. ഇതിൻ്റെ പകുതി ഇത് വേറെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതേ ടോപ്പിൽ പകുതി വേറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ 2 സെക്ഷനായിട്ടുള്ള 3 സെക്കൻഡുള്ള വീഡിയോസ്, ബാക്കി വീഡിയോസ് അവൻ്റേതാണ്. ഓക്കെ, സ്വന്തം വീഡിയോസാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കോപ്പിറൈറ്റ് കിട്ടുന്ന വീഡിയോസ് ഇട്ടിട്ടില്ല. ഏത് വീഡിയോ സെർച്ച് ചെയ്ത് നോക്കിയാലും അതേ ടോപ്പിക്കാണ് കാണിച്ചിട്ടുള്ളത്. ഇല്ലല്ലോ, ഓക്കെ, ഇതിലിപ്പോൾ ലാസ്റ്റ് അതേ സബ്സ്ക്രൈബറിനെ ഫോഴ്സ് ചെയ്തിട്ടല്ല, ഒരു ട്രിക്കിലൂടിയിട്ട് ആ മറ്റേ സബ്സ്ക്രൈബർ ഇങ്ങനെ കളർ മാറുന്നൊരു സെക്ഷൻ ഉണ്ടല്ലേ, ആ സെക്ഷൻ പ്ലേ ചെയ്തിട്ടാണ് ഓൾറെഡി സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മോണിറ്റൈസേഷൻ കിട്ടാത്തത്. അതുകൊണ്ട് മോണിറ്റൈസേഷൻ കിട്ടാത്തതെന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ ആവത്തില്ല എന്നല്ല, മോണിറ്റൈസേഷൻ യൂട്യൂബ് കൊടുക്കും. പക്ഷേ യൂട്യൂബ് കൊടുക്കേണ്ട യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എന്താണ്, സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വാച്ച് ഓവേഴ്സും ഇതും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രശ്നം. അത് ഇപ്പോൾ ലോങ് വീഡിയോ ഇട്ടിട്ട് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും മോണിറ്റൈസേഷൻ കിട്ടേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ വേറൊരു ചാനലും കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വേറൊരു ചാനലും കൂടി കാണിച്ചു തരാം. ഈ ചാനൽ എടുത്ത് നോക്കാം. ഈ ചാനലിൽ എത്ര 67,000 സബ്സ്ക്രൈബറേ ഉള്ളൂ. ഓക്കെ, 67,000 സബ്സ്ക്രൈബറേ ഉള്ളൂ. വീഡിയോ ഇട്ടിട്ടുള്ളത്
4000 അടുപ്പിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, 4000 കടക്കാൻ പോവാണ്. ഓക്കെ, ഇതിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി മോണിറ്റൈസ്ഡ് ആണ് ഈ ചാനൽ മോണിറ്റൈസ്ഡ് ആണ്. ഇതാ ഇവിടെ കാണിക്കുന്ന ഈ സിഗ്നൽ ഉണ്ടല്ലേ, നമ്മൾ കമൻറ്റ് സെക്ഷനിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ താഴത്തെ ഈ സിഗ്നൽ മോണിറ്റൈസേഷൻ്റെ സിഗ്നലാണ്. പക്ഷേ ഈ വീഡിയോ ഓൾറെഡി ഇത്ര സബ്സ്ക്രൈബർ കൂടാൻ കാരണം ഇതേപോലെ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടാണ് സബ്സ്ക്രൈബർ കൂടാൻ കാരണം. ഇപ്പോൾ ഷോർട്സ് എടുത്ത് നോക്കിയാൽ ഷോർട്സ് നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് തംബ്നെയിൽ ചെയ്തിട്ടുണ്ട്. ഷോർട്സിന് നല്ല അടിപൊളി എക്സ്പ്രഷൻ കൊടുത്തിട്ട് തംബ്നെയിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്തു പോകുന്ന രൂപത്തിൽ ഓൾറെഡി തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇത് ഓൾറെഡി നമ്മളെ ചാനലിൽ വീഡിയോ കാണുന്നവർ നമ്മളെ സബ്സ്ക്രൈബർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈവിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ലൈവേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഈ ലൈവിലാണെങ്കിലും 1K 420 703 വ്യൂസേ ഉള്ളൂ. ചെറിയ വ്യൂസേ ഉള്ളൂ, കുറച്ച് വ്യൂസേ ഉള്ളൂ. 420 900 632. പിന്നെ ഇവിടെ ഏറ്റവും ടോപ്പ് പോയി കഴിഞ്ഞാലും ഇവിടെ കാണിക്കുന്നത് ലൈവിൻ്റെ 1K വ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. 688 1.2K. ഓക്കെ, ഇത്ര വ്യൂസേ കിട്ടിയിട്ടുള്ളൂ. ചെറിയ വ്യൂസാണ് ഇതൊന്നും വലിയ ഹൈ വ്യൂസ് അല്ല. ഇവിടെ ലോങ് വീഡിയോ പോയി കഴിഞ്ഞാൽ ലോങ് വീഡിയോയിൽ അവർക്ക് വലിയൊരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട്. തംബ്നെയിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. അഥവാ തംബ്നെയിൽ നല്ല അടിപൊളിയായിട്ട് തംബ്നെയിലും സൂപ്പറായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഏണിങ്സ് കിട്ടാനുള്ള ഫുള്ള് ചാൻസും ഈ ഓൾറെഡി യൂട്യൂബ് ചാനലുണ്ട്. പക്ഷെ അവർ അത് മതിയായ രൂപത്തിൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ വ്യൂസ് 82 82 159 120 വ്യൂസ് എല്ലാം ഓൾറെഡി കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഇത് വീഡിയോ ശരിയില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, തംബ്നെയിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. 199 വ്യൂസ്. പക്ഷെ മോണിറ്റൈസേഷനാണ് ചാനൽ. മോണിറ്റൈസേഷൻ കിട്ടിയത് ഈ വ്യൂസ് മതി. മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിൽ ബാക്കി എല്ലാ വീഡിയോസിനും ഇത്ര ഇത് കിട്ടിയാലും ഓൾറെഡി മോണിറ്റൈസേഷൻ കിട്ടും. പക്ഷേ ഇവിടെ വീഡിയോയിൽ ഫോൾട്ട് പറ്റി. ഇത് ഞാൻ സാധാരണ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് പറയുന്ന കാര്യമാണ്, ഇങ്ങനെ വീഡിയോ ഇടരുത്. ഓക്കെ, ഈ മോഡലിൽ വീഡിയോ ഇടരുത്. ഈ മോഡലിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വാച്ച് ചെയ്യത്തില്ല, കുറച്ച് സമയം കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകും. നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസാണ് ഇട്ടിട്ടുള്ളത്. ഫുള്ള് അടിപൊളി ക്വാളിറ്റിയാണ്, ക്ലാരിറ്റി ഉണ്ട്. പിന്നെ വീഡിയോസും കുറച്ച് നല്ലൊരു രീതിയിൽ ആൾക്കാർ കാണാൻ പറ്റുന്ന രൂപത്തിലാണ് എന്തോ വീഡിയോസാണ് ഇട്ടിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ വീഡിയോ ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാ വീഡിയോസും അങ്ങനെയാണുള്ളത്. ഈ വീഡിയോ നോക്കിയാൽ ഈ വീഡിയോ അതേ രൂപത്തിലാണുള്ളത്, കുറച്ച് ചെറുതായിട്ട്. ഇപ്പോൾ ഇത് നമുക്ക് ചെരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ കാണാൻ പറ്റില്ല. ഈ വീഡിയോസ് ഇങ്ങനെ കാണാൻ പറ്റില്ല. എന്നാൽ സെൻറ്ററിൽ മാത്രം 2 സൈഡ് ബ്ലാക്ക് ഔട്ടാണ്, 2 സൈഡ് ബ്ലാക്ക് ആണ്. ഒരു വീഡിയോസും നല്ല ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റി ഉണ്ട്, പക്ഷേ വീഡിയോസ് നല്ല രൂപത്തിൽ കാണാൻ പറ്റുന്നില്ല. ഈ വീഡിയോ എടുത്ത് നോക്കിയാലോ, ഈ വീഡിയോ എടുത്താലും വളരെ അതിനേക്കാളും ചെറുതാണ്. ഓക്കെ, ഈ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയാൽ ഒരു വീഡിയോസും നല്ല രൂപത്തിൽ ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇത് നല്ല രൂപത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് 1 മാസം കൊണ്ട് $100 സമ്പാദിക്കാൻ പറ്റുന്നുള്ള പല ചാൻസും ഇതിൽ കാണുന്നുണ്ട് ഞാൻ. ഇപ്പോൾ ഇവിടെ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് നോക്ക്, ഈ വീഡിയോ എത്ര ചെറുതായിട്ടാണ് ഇട്ടിട്ടുള്ളത്. വെറും ഇത്ര ഉള്ളൂ വീഡിയോ. ബാക്കി ഫുൾ ഇത്ര ബ്ലാങ്ക് ആണ്. ഇതാരാണ് കാണുന്നത്? ഈ വീഡിയോ നിങ്ങൾ കാണും? എങ്ങനെ കാണും ഇത്? അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഞാൻ പല ആൾക്കാരോടും നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട് ഓൾറെഡി, ഇങ്ങനെ വീഡിയോ ഇടരുത്. ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല, വ്യൂസ് കിട്ടത്തില്ല, ഏൺ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ വീഡിയോ നോക്ക്, ഈ വീഡിയോ എത്ര ചെറിയ വീഡിയോസാണ്, ഇത്ര സ്പേസ് വെച്ചിട്ട് ഇത്ര ചെറിയ വീഡിയോസാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ശരിയായ രൂപത്തിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ വീഡിയോസും ഇങ്ങനെയാണോ ഉള്ളത്? നിങ്ങൾ ചാനൽ ഓൾറെഡി വീഡിയോ കാണുന്നവരല്ലേ, അപ്പോൾ അവരുടെ വീഡിയോസ് ഇങ്ങനെയാണോ ഉള്ളത്? വീഡിയോസ് അങ്ങനെ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ വീഡിയോസ്. പക്ഷേ ഈ നല്ല അടിപൊളി കണ്ടൻറ്റ് ഇത്ര ക്ലാരിറ്റി വെച്ചിട്ട് നല്ല അടിപൊളി ടോപ്പിൽ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ, അടിപൊളി ടോപ്പായിട്ട് നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഏൺ ചെയ്യാനുള്ള നല്ല അടിപൊളി ചാൻസ് ഉള്ള ചാനലാണ്. പക്ഷെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? വീഡിയോസ് കറക്റ്റായിട്ട് ഇട്ടിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. ലൈവ് ഞാൻ പ്ലേ ചെയ്ത് നോക്കാം. ലൈവ് ഓൾമോസ്റ്റ് കുഴപ്പമില്ല. ഷോർട്ട് ലൈവ് ഓൾറെഡി പോയിട്ടുണ്ട്. ലൈവ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോയിൽ മാത്രം അവർക്ക്
തെറ്റ് പറ്റിയിരുന്നു, ചെറിയൊരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട്. അത് അറിയാത്തത് കൊണ്ടായിരിക്കും അവർ പുതിയ ചാനൽ തുടങ്ങിയിട്ട്. പക്ഷെ നല്ല കണ്ടൻറ്റും നല്ല ഷോർട്ടും ഇട്ടിട്ട് ലാസ്റ്റ് ലോങ് വീഡിയോ ഇടേണ്ടത് എങ്ങനെ, അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തത് പോയി. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലോങ് വീഡിയോ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, ഇങ്ങനെ ലോങ് വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലോങ് വീഡിയോ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കാം. അപ്പം നമ്മളെല്ലാവരും ചാനൽ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ മനസ്സിലാവാത്ത എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത രൂപത്തിലുണ്ടെങ്കിൽ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഓൾറെഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് പോയി കയറി സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ സംശയങ്ങൾ കറക്റ്റായിട്ട് ചോദിച്ചു തരുന്നതായിരിക്കും. ഓക്കെ.